ഹലോ മൈ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നാദാപുരത്താണ്. നാദാപുരത്ത് നിന്ന് ഞാൻ കീരിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ റംഷാദിൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് ഞാൻ കൂടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കാസർഗോഡ് അതുപോലെ തന്നെ മലപ്പുറത്തെല്ലാം വീഡിയോ കാണിച്ചിട്ടുണ്ട് കല്യാണത്തിൻ്റെ, സുഹൃത്തുക്കൾ തന്നെ. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കിട്ടുന്നൊരു കല്യാണമാണ് നാദാപുരത്തെ കല്യാണം. അപ്പോൾ കല്യാണ വീടെത്തി. കല്യാണ വീട്ടിൽ നിന്ന് ഏകദേശം സമയം 12:30 അപ്പോൾ നിക്കാഹെല്ലാം കഴിഞ്ഞെന്നാണ് നിനക്ക് കിട്ടിയ വരാം. ഞാൻ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി, ജീപ്പിലായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റംഷാദ് വിത്ത് സുഹൈല അല്ലേ, അവരെ ഒരു ശരിയായൊരു ദിവസം തന്നെയാണ് കല്യാണ ദിവസം എന്ന് പറയുന്നത്. ഏതൊരാൾക്ക് വലിയൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏകദേശം പയ്യൻ നിക്കാഹെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ക്ഷീണം മുഖത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കോഴിക്കോടത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഭക്ഷണ രീതിയിൽ വരുന്നൊരു മാറ്റങ്ങളെല്ലാം ഉണ്ട്. ഞാൻ തുടർച്ചയായി കാണിക്കുന്നുണ്ട്. പിന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരെ ഒരു വേറെ തന്നെ വൈബാണ്. ഭക്ഷണം ചെറുക്കൻ്റെ വീട്ടിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വധുവിൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിലും ഭക്ഷണം ഇതേപോലെ തന്നെ ഉണ്ട്. ഒരു ആർഭാട കല്യാണം തന്നെയാണ്. കണ്ണൂർ, കോഴിക്കോട്, മലബാർ മേഖല കംപ്ലീറ്റ് അങ്ങനെയാണെന്ന് പറയാം അല്ലേ. നമുക്ക് ഓരോ ജില്ലയിൽ പോകുമ്പോൾ ഓരോ തരത്തിലാണ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഫുഡിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ എനിക്കും നല്ല വിശപ്പ് തോന്നി. അതുകൊണ്ട് ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കഴിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഫുഡ് ഉണ്ട്. കോഴിക്കോട് വിഭവങ്ങൾ തന്നെ അല്ലേ. അപ്പോൾ ഇത് വധുവിൻ്റെ വീട്ടിൽ പോയി ഇതിനേക്കാളും കുറച്ചും കൂടി ഐറ്റംസ് കൂടുന്ന എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മടിയും കൂടാതെ നല്ല രീതിയിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു മടിയൊന്നും ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവച്ചതല്ലേ, അപ്പോൾ കഴിക്കുക, അത്ര തന്നെയാണ്. അയാളുടെ ഫോർമാറ്റ് അതിനകത്തില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പയ്യൻ്റെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇനി പയ്യൻ്റെ റൂമിലേക്ക് പോയി നമുക്ക് അവിടുത്തെ പയ്യൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും ഇനി അങ്ങോട്ട് പയ്യനെ ഒരുക്കി നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു തരത്തിലാണ് ഉള്ളത്. എങ്ങനെ വധുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ആനയിച്ച് കൊണ്ടുപോകണം അല്ലേ, പാട്ടും ചിങ്കാരെല്ലാം ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മ്യൂസിക്കെല്ലാം ഇട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം.
Thank you.